കേരള കോൺഗ്രസ് എം കെ എം മാണി ഉള്ളപ്പോൾ തന്നെ എങ്ങനെയാണ് കോൺഗ്രസ് കേരള കോൺഗ്രസ് എമ്മിനെ കൈകാര്യം ചെയ്യുന്നുള്ളത് നമുക്കൊക്കെ അറിയാം. അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോയില്ലെങ്കിൽ പോലും ആ സമയത്ത് പി ജെ ജോസഫുമായി ഒരു ഗൾഫ് യാത്രക്കിടയിൽ കെ എം മാണിയുടെ മരണശേഷം ഒരിക്കലും കേരള കോൺഗ്രസ് എമ്മും കേരള കോൺഗ്രസ് ജെയും തമ്മിൽ ഒത്തുചേരാൻ പോകാത്ത വിധം ചില കോൺഗ്രസ് നേതാക്കൾ തന്നെ കേരള കോൺഗ്രസ് എം പ്രത്യേകിച്ച് ജോസ് കെ മാണി വിരോധം പി ജെ ജോസഫിൽ ഇൻസ്റ്റിഗേറ്റ് ചെയ്തെന്നാണ് കേരള കോൺഗ്രസ് എം നേതാക്കൾ വിശ്വസിക്കുന്നത്. അതിനുശേഷം തിരിച്ചു വന്ന പി ജെ ജോസഫ് ഒരിക്കലും പ്രായോഗികമല്ലാത്ത നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുന്നു. അങ്ങനെ ജോസ് കെ മാണിയും പി ജെ ജോസഫും തമ്മിൽ ഇടയുന്നു. കെ എം മാണി ഇല്ലാത്ത ജോസ് കെ മാണിയുടെ അവശിഷ്ട കേരള കോൺഗ്രസ് എം ക്ലച്ച് പിടിക്കില്ല, പോകുന്നെങ്കിൽ പോകട്ടെ എന്ന് കോൺഗ്രസ് നേതാക്കൾ പലരും ചിന്തിച്ചു. കോട്ടയം ജില്ലയിലും എറണാകുളം പത്തനംതിട്ട അതിർത്തികളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 7 സീറ്റെങ്കിലും കോൺഗ്രസ് നേതാക്കൾക്ക് മത്സരിക്കാൻ കൂടുതൽ കിട്ടുമെന്ന് സ്വപ്നം കണ്ടു. പക്ഷേ സംഭവിച്ചത് എന്താണ്? ഇരുകൈ നീട്ടി പിണറായി വിജയൻ കേരള കോൺഗ്രസ് എമ്മിനെ സ്വീകരിച്ചു. ക്രിസ്ത്യൻ കുടിയേറ്റ മേഖലയിലേക്കും കത്തോലിക്ക മേഖലയിലേക്കും ഒക്കെ കടന്നു കയറി കോൺഗ്രസിന്റെ സ്വപ്നങ്ങൾ പൊലിഞ്ഞു. ഇപ്പോൾ തിരികെ വരാൻ വേണ്ടി നമ്മൾ അറബിക്കഥയിലെ പാട്ടുപോലെ പാടിക്കൊണ്ടിരിക്കുകയാണ്. വിശാലമായ വിസ്മയകരമായ അടിത്തറ വിപുലീകരണം ഉണ്ടാകുമെന്ന് പറയുമ്പോൾ ഞങ്ങൾ തൽക്കാലം ഇവിടെ സുരക്ഷിതരാണെന്ന് പറഞ്ഞ് അവിടെ കയ്യും കെട്ടി ഇന്നസെന്റ് മിഥുനത്തിൽ നിൽക്കുന്നത് പോലെ കേരള കോൺഗ്രസ് എം നിൽക്കുന്നു.